കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. 7 ദിവസം കൊണ്ട് സമയബന്ധിതമായി തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയാണ് പ്രതികളെ ഇന്ന് അന്വേഷണ സംഘം തിരികെ കോടതിയിൽ ഹാജരാക്കുന്നത്. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയായ സാഹചര്യത്തിൽ കസ്റ്റഡി നീട്ടണമെന്നാവശ്യപ്പെട്ട അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിച്ചേക്കില്ല. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതികളായ ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിതകുമാരി, മകൾ അനുപമ എന്നിവരെ 7 ദിവസം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. ആദ്യ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതികളിൽ നിന്നും നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഓട്ടുമലയിലെ കുട്ടിയെ കൂടാതെ മറ്റു പല കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടിരുന്നതായി പ്രതികൾ സമ്മതിച്ചു. ആസൂത്രണത്തിലോ തട്ടിക്കൊണ്ടുപോകലിലോ മറ്റാർക്കും പങ്കില്ലെന്നും ഇവർ പോലീസിനോട് വ്യക്തമാക്കി. 3-ാം ദിവസം മുതൽ തെളിവെടുപ്പ്. ചാത്തന്നൂരിലെ പ്രതികളുടെ വീട്ടിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഓട്ടുമലയിലും മോചനദ്രവ്യം ആവശ്യപ്പെടാൻ ഫോൺ കൈവശപ്പെടുത്തിയ പാരിപ്പള്ളിയിലെ കടയിലും ചിറക്കരയിലെ ഫാം ഹൌസിലും കുട്ടിയെ ഉപേക്ഷിച്ച ആശ്രാമ മൈതാനത്തും പ്രതികൾ ഒളിവിൽ താമസിച്ച തമിഴ്നാട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതികളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഡയറി കൂടാതെ കുട്ടിയുടെ ബാഗ് കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങളും വലിച്ചെറിഞ്ഞ പെൻസിൽ ബോക്സും വ്യാജ നമ്പർ പ്ലേറ്റുകളും അന്വേഷണ സംഘം കണ്ടെടുത്തു. സംഘത്തിനൊപ്പം ഫോറൻസിക് വിദഗ്ധരുമെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം വീണ്ടും 2 ദിവസത്തെ ചോദ്യം ചെയ്യൽ. ഇതിനിടെ ഡയറിയിലെ കൈയക്ഷരം പ്രതികളുടേത് തന്നെയെന്ന് ഉറപ്പുവരുത്താൻ 3 പേരുടെയും കൈയക്ഷര പരീക്ഷയും നടത്തി. ഒപ്പം മോചനദ്രവ്യം ആവശ്യപ്പെട്ട് കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചത് അനിതകുമാരി തന്നെയെന്ന് ഉറപ്പുവരുത്താൻ ഇവരുടെ ശബ്ദശകലം ശേഖരിച്ച ഫോറൻസിക്കിലേക്ക് അയച്ചു. ചോദ്യം ചെയ്യലിൽ നിന്നും തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ പ്രധാന ആസൂത്രണം അനിതകുമാരിയാണെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പ്രതികൾക്ക് ഒളിവിൽ കഴിയാൻ സഹായങ്ങൾ ചെയ്തു നൽകിയ തമിഴ്നാട് സ്വദേശി നവാസിനെയും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാകും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക. അമൃത ന്യൂസ്, കൊല്ലം.